ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഒക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന് മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഒക്കെ മാറിയിട്ട് ഒരു റീയൂണിയൻ നിങ്ങളുടെ ബന്ധത്തിൽ നടക്കാൻ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെതായ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവർക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗും ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ തിങ്ക് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ എന്താണോ റിപ്പീറ്റ് ചെയ്തിട്ട് ചിന്തിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയി മാറുകയാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Page of Wands, Hanged Man, Queen of Wands, Temperance, Two of Wands, Four of Cups, Star Energy, Six of Cups, King of Swords, Empress, Page of Swords, King of Wands, Knight of Wands, Eight of Wands, Seven of Swords, Nine of Swords, Emperor, Four of Wands, Magician. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. കാരണം ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ട് അതിലൂടെ സെപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന അങ്ങനെയുള്ളൊരു സ്പ്രെഡാണ് നമുക്ക് കണക്ട് ആയിരിക്കുന്നത്. ചീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടേതായ സ്വാർത്ഥ താല്പര്യം ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തേർഡ് പാർട്ടി എനർജീസ് വ്യക്തി സാന്നിധ്യങ്ങളോ മറ്റോ വന്നിട്ട് അങ്ങനെ പല പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകാതെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ സന്തോഷം അവർക്ക് വേണം എന്നുള്ള രീതിക്കൊക്കെ മാറിപ്പോയിരിക്കുന്നവർ. അപ്പം അങ്ങനെ ഒരു ഹൈഡിങ് ചീറ്റിംഗ് റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുക. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഒരു മാറിപ്പോയിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി ലെവൽ ഇപ്പോൾ ഒരു ലോ എനർജിയിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടോ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല. ചിലപ്പോൾ ഒരു ബ്ലോക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സണും നടത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് അവരുടെ ഒരു എനർജി നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് വരുമ്പോഴേക്കും ഇനി ഒരു റീകൺസിലേഷൻ ഒക്കെ നടക്കാൻ സാധ്യതകൾ ഉണ്ടോ, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവർ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെ ഭയങ്കരമായിട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്നേഹം കാര്യങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ
ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിലേക്കൊന്നും പൂർണ്ണമായിട്ടും ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല. കുഴപ്പമില്ല, മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മനസ്സ് ആ ഒരു പഴയ കാലങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലേക്ക് പോവാണ്. പാസ്റ്റിലേക്ക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയങ്ങൾ അതൊക്കെ അവർ പലപ്പോഴും ഇവിടെ ഓർക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇമോഷൻസ് ഒന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഈഗോ കാര്യങ്ങളൊക്കെ വെച്ച് നിൽക്കുന്നവരായിരിക്കാം. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഭയങ്കര ഓക്കെ ആണെന്നുള്ള രീതിക്കായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അവർ പുറമേ കാണിക്കുന്ന ഒരു രീതിയല്ല അവരുടെ ഉള്ളില്. അവർക്ക് വേദനകളുണ്ട്, അവർക്ക് കുറ്റബോധമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരുടേതായ ഒരു കംഫർട്ട് സോണിലാണ് അവർ നിൽക്കുന്നത്. വേണോ വേണ്ടയോ എന്നുള്ള രീതിയാ മനസ്സില്. നിങ്ങളിലേക്ക് വരണം എന്നുണ്ട്, എന്നാൽ അത് ഏത് രീതിയിൽ വേണം, അല്ലെങ്കിൽ ഇപ്പൊ വേണോ, അങ്ങനത്തെയൊക്കെ ഒരു മെന്റാലിറ്റി ആണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ ഏത് സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കണക്ട് ചെയ്ത് വരുന്ന എനർജി എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യങ്ങളൊന്നും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല. കാരണം അവര് ഭയങ്കരമായ ഒരു ഹാപ്പി മൊമെന്റ് അല്ല. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു നിരാശയാണ് ഇവരുടെ മുഖത്ത് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എനർജിയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത്. അതിപ്പോ നിങ്ങളെ ഓർത്ത് എന്നുള്ള രീതിക്ക് മാത്രമല്ല, അവർ പോയ സാഹചര്യത്തിലും അവർക്കൊരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പൊ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ, ഇപ്പൊ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്ത് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ പോയ ആ ഒരു യാത്രയിൽ പെട്ടെന്നൊരു ഉയർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ എവിടെയാണോ ആ ഒരു ഉയർച്ചയിൽ പോയി നിന്നത് ഇപ്പൊ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി പോന്നിട്ടും ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ടിട്ട് അവരിപ്പോ കടന്നു പോകുന്ന ഒരു പാത എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്ര, അല്ലെങ്കിൽ ഒരു ചരട് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറന്നു നടക്കുന്ന ഒരു അവസ്ഥ. ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ജീവിതം ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയെങ്കിലും സ്വന്തം ഒരു വ്യക്തിത്വം അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കണം. സത്യസന്ധമായ രീതിയിൽ മാത്രം ഈ ഒരു ജീവിതത്തിൽ പ്രവർത്തിക്കണം. തന്റെ ജീവിതത്തെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം. ഇങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരു ഇമോഷൻസും ഒരു സ്നേഹവും ഒന്നും കാണിക്കാതെ ഒരു ആക്ഷനും എടുക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ പോലും മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരിൽ ഭയങ്കരമായ ഒരു കുറ്റബോധം വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇവർ ചെയ്തു പോയ കാര്യങ്ങളിൽ ഇവർ തീർച്ചയായിട്ടും കുറ്റബോധം അനുഭവിക്കും. സ്വന്തം നിലപാടുകൾക്കെല്ലാം അവർ മാറ്റങ്ങൾ അതിലൂടെ വരുത്താൻ തയ്യാറാവുകയും ചെയ്യും. നിങ്ങളോട് ചെയ്തു പോയ കാര്യത്തിൽ മനസ്സുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണവുമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവരൊരു സമയത്ത് അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യപ്പെടും. കാരണം ജീവിതത്തിൽ തന്നെ അവർക്ക് വല്ലാത്തൊരു ഭയവും കാര്യങ്ങളൊക്കെ വരും. ഇവർ കുറച്ചൊരു ഓവർ തിങ്കിങ് പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ കാണിക്കുന്നത്. അപ്പൊ അവരുടെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് വരുമ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഓവർ തിങ്കിങ് നിങ്ങളുടെ കാര്യത്തിൽ ഗുണപ്പെടും. എന്ന് വെച്ചാൽ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. സിറ്റുവേഷൻ രണ്ടും വെച്ചിട്ട് കമ്പയർ ചെയ്യുക. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണോ എന്നുള്ള രീതിക്ക് ആ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് അവരായിട്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു സന്ദർഭം അത് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരിൽ ഒരുപാട് അവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യസ്തത കൈവരിക. മുന്നോട്ടേക്ക് പോകും തോറും അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ഒരു മനസ്സിലാക്കൽ അവരിൽ വരുമ്പോൾ അവർ ഏത് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് അവർക്ക് മിസ്സിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്, അത് കൂടി വരുന്ന ഒരു അവസ്ഥ. ഇനിയും സ്വന്തം മനസ്സിൽ തന്നെ ഈ ഒരു സ്നേഹം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻസിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അവർ പുറത്തേക്ക് വരികയും അവരെങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് നിങ്ങളെ ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് കാര്യങ്ങൾ മാറ്റാൻ സാധ്യതകളുണ്ട്. ഇപ്പൊ ചിലവരുടെ കേസിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ പുതിയ വഴികൾ കണ്ടെത്തും. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള പുതിയ വഴികൾ കണ്ടെത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോ ഡയറക്റ്റ് കാണാൻ വരുന്നവരാണെങ്കിൽ അങ്ങനെ, അവരെന്തായാലും അതിൻ്റെതായ വഴികൾ കണ്ടെത്തും എന്നുള്ളത് തന്നെ ഇവിടെ കിട്ടുന്നത്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി ഒരു സമയത്ത് നിങ്ങൾ നോക്കിക്കണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിന്റെ വിജയത്തെ നിങ്ങളുടെ വ്യക്തിയും നോക്കിക്കാണാനായിട്ട് തുടങ്ങും. ആ ഒരു പഴയ കാലങ്ങളെല്ലാം വീണ്ടെടുക്കണം എന്നൊരു ആഗ്രഹം ഇവരിലേക്ക് അതിശക്തമായിട്ട് തന്നെ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്.
മാത്രവുമല്ല ഈ ഒരു ബന്ധത്തിൽ സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കണം. സത്യസന്ധമായ രീതിയിലുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകണം. ഒരു സമയത്ത് കെട്ടടഞ്ഞു പോയ ഒരു ബന്ധത്തെ ഇവരായിട്ട്, അതായത് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് ഉയർത്തി കൊണ്ടുവരണം. ആദ്യ സമയങ്ങളിലൊക്കെ ഇവർ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് എഫേർട്ട് എടുത്തവരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ കാരണമേ ഇവരായിരിക്കും. ഇവരായിരിക്കും നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വന്നവരും ഉണ്ടായിരിക്കാം. ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് നിർബന്ധിച്ച് സ്നേഹം നിങ്ങൾക്ക് നൽകി കൊണ്ടുവന്നിട്ട് പിന്നീട് നിങ്ങളെ ഉപേക്ഷിക്കുന്ന സാഹചര്യം അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ഇവർ ഓർക്കുന്ന ഒരു സന്ദർഭം, അതായത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരത് കൂടുതലായിട്ട് ആഴത്തിൽ ഓർക്കുന്ന ഒരു സമയം വരും. അത് അവരുടെ ജീവിതത്തിൽ വരുന്ന unexpected ആയിട്ടുള്ള ഒരു തിരിച്ചടി ആയിരിക്കും. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് അവർ നിങ്ങളിലേക്ക് ഓർമ്മ വരിക. ഇതൊക്കെ nearest future ലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്, ഒരുപാട് വൈകിയുള്ള കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വന്തം ലൈഫിന്റെ വിജയമാണെങ്കിലും ഈ ഒരു ബന്ധത്തിന്റെ വിജയമാണെന്നുണ്ടെങ്കിലും സ്വന്തം കയ്യിലാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു പഴയ ബോണ്ടിങ് റിലേഷൻഷിപ്പിൽ വേണം എന്നുള്ളത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തിയിൽ തന്നെ ആഗ്രഹം വരുന്ന സമയമാണ് മുന്നോട്ടേക്ക് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഒരുപാട് എഫേർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് ഇവരുടെ പുറകെ പോയി ബെഗ് ചെയ്ത് എന്നിട്ടും ഗുണമൊന്നും കാണുന്നില്ല എന്നുള്ള രീതിക്ക് ഇപ്പോൾ പുറകോട്ടേക്ക് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴും അവർക്ക് മെസ്സേജസോ കാര്യങ്ങളൊക്കെ അയക്കുന്നതൊക്കെ ഉണ്ടായിരിക്കാം, ബ്ലോക്ക് ഒന്നും അല്ലെങ്കിൽ പോലും. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ആക്ഷനും ഇല്ല, നിങ്ങൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ഇവരുടെ മനസ്സിലെ ഇവരുടെ ചിന്താഗതികളിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഓൾറെഡി ഇവര് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു മനസ്സിലാക്കിയ കാര്യങ്ങൾ യൂണിവേഴ്സൽ പവറിന്റെ ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ പൂർണ്ണമായിട്ടും മാനിഫെസ്റ്റ് ആയി മാറുക. നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അത്രത്തോളം പ്രാർത്ഥനകളിലൂടെ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള മെത്തേഡ്സ് ചിലവർ ചെയ്യുന്നുണ്ടായിരിക്കാം, ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂ തന്നെ ചെയ്യുക. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങളുടേതായ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ അർപ്പണ ബോധത്തോടു കൂടി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോവുക. കാരണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവരിപ്പോ ഭയങ്കര സ്വാർത്ഥപരമായ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, ഈഗോയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, അതിനെയെല്ലാം ഒരു സൈഡിലേക്ക് ഇവർ മാറ്റി വെക്കാൻ തയ്യാറാകും. എന്തൊക്കെയാണോ നിങ്ങളോട് ഹൈഡ് ചെയ്ത് പോയത് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വെളിപ്പെടുത്തുക. ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുമായിട്ട് ഒരു കോൺവെർസേഷൻ, ഒരു നേരിട്ടുള്ള ഒരു സംസാരം വേണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവർ തിരിച്ചു വരാൻ വേണ്ടി പോകുന്നത്. ഈ റിലേഷൻഷിപ്പിലെ ആ ഒരു സ്ട്രക്ചർ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകരുത്, പഴയ രീതിയിലുള്ള ഒരു ബ്യൂട്ടി വീണ്ടെടുക്കണം എന്നുള്ളത് ഇവർക്ക് തന്നെ ഒരു ആവശ്യമായിട്ട് മാറും. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് വാണ്ട് എനർജികളാണ്. വാണ്ട് എനർജി എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ വളരെ പാഷനേറ്റ് ആയിട്ട് നോക്കിക്കണ്ടവരാണ്. പാഷനേറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതം പോലും നിങ്ങളെ ആശ്രയിച്ചായിരുന്നു, അല്ലെങ്കിൽ അത്രയും ഭയങ്കരമായിട്ട് ഒരു പ്രണയം, അട്രാക്ഷൻ, ഒരു അഡിക്ഷൻ എന്ന് തന്നെ പറയാം ഇവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒന്ന് മുഖം ഒന്ന് വാടിയാൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ മനസ്സൊന്ന് വേദനിച്ച് അപ്പ തിരിച്ചറിയുന്ന ഒരു രീതി. പോകവേ ആയിരിക്കാം അതിലൊക്കെ മാറ്റങ്ങൾ വന്നത്. എന്നാൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതേ ബോണ്ടിങ്ങിലേക്ക് തന്നെ ഈ ഒരു പേഴ്സന്റെ മനസ്സ് നിങ്ങളിലേക്ക് എത്തും. അതിൻ്റെതായ രീതിയിൽ വീണ്ടും ഇവർ പാഷനേറ്റ് ആയിട്ട് തന്നെ നിങ്ങളെ കാണാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു ബാലൻസിങ് വീണ്ടും കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിയോട് കൂടി ഇവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ ഇവരെ വേട്ടയാടുന്ന ആ ഒരു സമയം വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് അപ്പോഴും ഇവരുടെ സ്വാർത്ഥത പക്ഷെ നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. കാരണം എന്ത് ചെയ്താലും നിങ്ങളെ വീണ്ടെടുക്കണം എന്നൊരു രീതി അവരും നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു യൂണിവേഴ്സലിലേക്ക് സറണ്ടർ ആവുന്ന നിമിഷമാണത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അതായത് റീഡിംഗ് എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, ഒരു റീയൂണിയന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് രീതിയിലുള്ള തടസ്സങ്ങളും ആയിക്കൊള്ളട്ടെ, ആ ഒരു ട്രസ്റ്റോട് കൂടിയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവരുടെ എനർജിയിൽ ഒത്തിരി മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോവാണ്. കുറ്റബോധം തന്നെ ഇവരെ കീഴ്പ്പെടുത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അഹംഭാവമാണെങ്കിലും അഹങ്കാരമാണെന്നുണ്ടെങ്കിലും അതിന്റെ ശിഖരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അടർന്നു വീണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ സറണ്ടർ ആകും. ഒരു സെലിബ്രേഷൻ,
ആ ഒരു ഹാപ്പിനെസ് അത് നിങ്ങളിലേക്ക് കടന്നു വരികയും അതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് നൽകി ഒരു പുതിയ തുടക്കമാണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഇപ്പൊ കുറച്ച് സാഹചര്യങ്ങൾ മോശമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. കാരണം ഇത് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു ബന്ധം തന്നെയാണ്. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും കെട്ടടഞ്ഞു പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും റീകൺസിലേഷൻ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രത്യേകമായിട്ട് പറയേണ്ടത് ഒരു മിറാക്കിൾ പോലെ ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നത്. എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് ക്ലെയിം ചെയ്യാം. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ വ്യക്തിയിലാണ് എനർജി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വരെ അത് അവർ പ്രകടിപ്പിക്കാൻ തയ്യാറാവാതെ നിൽക്കുന്നവരാണെങ്കിലും മുന്നോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവർക്ക് എത്ര നോക്കിയാലും എത്ര ഈഗോ പിടിച്ചിട്ട് ഭയങ്കര ഞാൻ എല്ലാ രീതിയിലും ഓക്കെ ആണെന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. കാരണം നെഗറ്റിവിറ്റിയും ഓവർ തിങ്കിങ്ങും എല്ലാം കൂടെ വന്നിട്ട് ഇവരുടെ എനർജി ഭയങ്കരമായിട്ട് ഡൗൺ ആകും. എനർജി ഡൗൺ ആവുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി എല്ലാ രീതിയിലും നശിച്ചു പോവുക എന്നുള്ളതല്ല, നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ആ ഒരു രീതിയിലേക്ക് ഇവരെ ആക്കി മാറ്റും. കാരണം പ്രത്യേകിച്ച് ഇവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയൊരു വ്യക്തിയുടെ സ്പ്രെഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളിലേക്ക് സറണ്ടർ ആവുക എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ തീരുമാനം തന്നെയാണ്. അത് പ്രപഞ്ചം അതിൻ്റെതായ രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്യും. നമുക്ക് ഇവിടെ തന്നെ വന്നിരിക്കുന്നത് യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉള്ള ഡിവൈൻ ബന്ധം തന്നെയാണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു വിജയം ഉണ്ടാകും എന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എനർജി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങളൊരു വിവാഹത്തിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ വരാൻ സാധ്യതകളുണ്ട്. ഒരു മാരേജ് ഒക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി വിവാഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരുമിച്ച് നിങ്ങൾ ജേർണി മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും. കാരണം എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ച് ഒരുപാട് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ അഭിമാനം പോലും നഷ്ടപ്പെട്ടു എന്നുള്ള രീതിക്കൊക്കെ നിൽക്കേണ്ടതായിട്ട് വന്ന വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകും. പക്ഷെ നിങ്ങളും ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ഒരുപാട് നെഗറ്റിവിറ്റിയിലേക്ക് പോവാതിരിക്കുക. കാരണം ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, എന്താണോ നിങ്ങൾ നിരന്തരമായിട്ട് ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയി മാറും. അപ്പൊ അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ റീയൂണിയൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. വിശ്വാസം മാത്രമല്ല, അതിൻ്റെതായ പ്രാർത്ഥന കാര്യങ്ങളും കൂടെ വേണം. കാരണം ഇതിനകത്ത് എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതും വളരെ ഫാസ്റ്റ് എനർജിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്കുള്ള ആക്ഷൻ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞു പോയിരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെന്തും ആയിക്കൊള്ളട്ടെ, വരാനുള്ളത് വരട്ടെ എന്നുള്ള രീതിക്ക് അവർ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സമയമാണിത്. അവർ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ എനർജി കൂടെ അത് ബാലൻസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളോട് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടാതെ നിങ്ങളുടെ എനർജിയെ കൂടെ നിങ്ങളൊന്ന് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ കൂടെ തയ്യാറാകുമ്പോൾ എല്ലാവർക്കും മുന്നിലും നിങ്ങൾ വിജയിക്കുന്ന ഒരു നിമിഷം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയിക്കുന്ന ഒരു നിമിഷമാണ്. ഒരു സന്തോഷകരമായ പരിസമാപ്തി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നത്. എല്ലാ രീതിയിലും ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ സന്തോഷം, സമൃദ്ധി, അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു പ്രണയത്തിൻ്റെതായ രീതിയിലുള്ള ആ ഒരു പ്രപ്പോസലുമായിട്ട് അവരായിട്ട് തന്നെ ആ ഒരു പഴയ കാലം വീണ്ടെടുക്കാനായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്കിവിടെ ഇന്നത്തെ റീഡിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യതയുള്ള ബന്ധമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് മിറാക്കിൾ എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള പ്രശ്നങ്ങളിലാണ് നിങ്ങൾ ബ്രേക്കപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇനി അല്ല അതിൽ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലവരുടെ കേസിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും മിറാക്കിൾ എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളാണ്. ആ ഒരു അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയാ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഹോപ്പാണ്, പ്രതീക്ഷയുള്ള ഒരു ബന്ധമാണെന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ
ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് അതിൽ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ആ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടി ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ട്രിവാൻഡ്രം, സെപ്റ്റംബർ. കാർത്തിക, UAE വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. ലിബ്ര, D എന്നൊരു ലെറ്റർ. 30 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് 30 ഡേയ്സ് ആയിട്ടും എടുക്കാം. 25 വന്നിട്ടുണ്ട്. 3 വന്നിട്ടുണ്ട്. M എന്നൊരു ലെറ്റർ. 1968 നവംബർ. T എന്നൊരു ലെറ്റർ. 31 37 10 എന്നൊരു നമ്പർ. ചോതി. 38 അനിഴം. 35 V എന്നൊരു ലെറ്റർ. O എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. രേവതി എന്നൊരു സ്റ്റാർ. വിത്തിൻ 3 months വന്നിട്ടുണ്ട്. H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.